ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പൊ ഇന്ന് ഞാൻ ഭയങ്കര ഫോർമലി ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ കുറെ നാളായിട്ട് ഇപ്പൊ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ. വേറൊന്നും കൊണ്ടല്ല, ഇതിപ്പോ എങ്ങനെയാ തുടങ്ങുക, എവിടുന്നാ തുടങ്ങുക, എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുതിയ എന്താ പറയാ, ഒരു ന്യൂ ഫേസ് ഓഫ് മദേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പോസ്റ്റ് പാർട്ടം എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞാൻ എന്താ ഡിലേ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് കുറച്ച് നാളായി ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണി ഇട്ടിട്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഇത് എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയൊരു ഐഡിയ ഇല്ല. പ്രഗ്നൻസി ജേർണി എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി ഇങ്ങനെ പറഞ്ഞു പോകാമല്ലോ. പക്ഷെ ഇതിപ്പോൾ എങ്ങനെയാണ് ഞാൻ അത് കൺവേ ചെയ്ത് എടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം ഞാൻ ഇതാ കുറച്ച് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതും എങ്ങനെയാണ് ഫുള്ളി ഒരു ഒബ്സസ്ഡ് ആയിട്ട് എനിക്ക് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയ സമയം തൊട്ടിട്ടുള്ള കാര്യമാണ്, ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ടിട്ടുള്ള കാര്യം വെച്ചിട്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി എന്ന് വെച്ചാൽ എവറിത്തിങ് വാസ് സ്മൂത്ത് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ഞാൻ ഇതിപ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് ഇത് പറയേണ്ടതെന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ബട്ട് എൻ്റെ ഒരു അനുഭവത്തിലുള്ള കാര്യങ്ങളും ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓവറായിട്ട് പുറത്തുനിന്നുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കറിയില്ല അതിനെപ്പറ്റി കൂടുതലൊന്നും. അപ്പം എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത്, എന്തായിരുന്നു എൻ്റെ ആഫ്റ്റർ ഫേസ്, എൻ്റെ സി സെക്ഷൻ, അങ്ങനെ അത് ഇത് അതൊക്കെ കുറച്ച് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ഫസ്റ്റ്ലി നമുക്ക് എന്താ പറയുക, സി സെക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ടിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സി സെക്ഷൻ കഴിഞ്ഞ് ഞാൻ ഷുട്ടു ജനിക്കുന്നത് 20-ാം തീയതിയാണ്. 20 മെയ് 2023 ഷുട്ടുവിൻ്റെ ജനനം എന്ന് പറയുന്നത്. അപ്പം അന്ന് ഒരു 12:36 AM ഷുട്ടു ജനിക്കുന്നത്. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് അനസ്തേഷ്യയിലായിരിക്കുമല്ലോ നമ്മൾ. നോർമലി ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നു, അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് നമ്മൾ നേരെ ഷിഫ്റ്റഡ് ടു ICUലേക്ക് മാറ്റും. നമ്മളെ ഒബ്സർവേഷൻ ICUലേക്കാണ് അവർ ഷിഫ്റ്റ് ചെയ്യുക. കുട്ടീനെ ആ സമയത്ത് തന്നെ എല്ലാ സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികളെയും അപ്പം തന്നെ അവർ NICUലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടോ, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടോ, എന്തെങ്കിലും വേറെ പ്രശ്നമുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ NICUലേക്ക് മാറ്റും. വേറെ ആർക്കും കാണാനോ തൊടാനോ ഒന്നും കൊടുക്കില്ല. അപ്പം അങ്ങനെ അവളെ ആ വഴിക്ക് കൊണ്ടുപോയി എന്നെ ഇപ്പുറത്ത് ICUലേക്ക് മാറ്റി. ജസ്റ്റ് പാരൻസിനെ ഒന്ന് കാണിച്ച് നേരെ ICUലേക്ക് പോവാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എന്തായാലും ഒരു 5-6 മണിക്കൂർ നമ്മൾ ICUയിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് ആഫ്റ്റർ ICUലേക്ക് പോയതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നും ഓർമ്മയില്ല, നല്ല ഉറക്കമായിരുന്നു ഞാൻ. അതൊക്കെ എനിക്ക് ഇപ്പോഴും ആ ICU ആ ഒരു റൂം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ നേരെ അവിടേക്ക് കൊണ്ടുപോയി. പിന്നെ നല്ല ഉറങ്ങി. ഞാൻ ഒന്നും ഓർമ്മയില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റപ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്ന വെച്ചാൽ ചെറിയൊരു ഷിവറിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ എണീക്കുന്നത്. അത് ഒരു പോസ്റ്റ്മോർട്ടം ഷിവറിങ്, അത് ചില ബോഡിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. കാരണം ഷിവറിങ് ആയിട്ടും പനിയൊക്കെ കൊണ്ടാണ് ഞാനൊരു സി സെക്ഷൻ പോകേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ ആയിട്ട് തന്നെ ബാക്കി എനിക്ക് ഇതുവരെ മാറിയില്ല. പിന്നെയും എനിക്ക് ഷിവറിങ്ങും പനിയും വരുന്നു എന്നാണ് എൻ്റെ ഒരു മൈൻഡ് തോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പം തന്നെ അവിടെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് വല്ലാണ്ട് ഷിവർ ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങോട്ടേക്ക് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഷിവർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ കുറേ ബ്ലാങ്കറ്റൊക്കെ കൊണ്ട് പുതപ്പിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചു പോകുന്നുണ്ട്, ഓക്കെ ആണോ എന്ന്. ഞാൻ പറഞ്ഞു നല്ല ഓക്കെ അല്ല, എനിക്ക് നല്ല പോലെ ഷിവറിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഷിവർ ചെയ്യാനുള്ള ബോഡി ആൻഡ് നമ്മുടെ ആ ഒരു അനസ്തേഷ്യൻ്റെ എന്താ പറയുക, ആ ഒരു കട്ടി നമ്മൾ കുറഞ്ഞ് അത്യാവശ്യം ഒരു പെയിനൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങുന്ന ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ ഞാൻ ഈ ഷിവർ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല പോലെ പെയിനും വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് നല്ല പോലെ ഷിവർ ചെയ്യുന്നുണ്ട്, എനിക്ക് വേദനയും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർ വേറെ എന്തോ ഒരു സംഭവം എന്ന് പറയാൻ എനിക്കറിയില്ല, വലിയൊരു ബ്ലാങ്കറ്റ് പോലത്തെ സംഭവം തന്നെ എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഗ്യാസ് കയറ്റിയിട്ട് ഒരു ചൂട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ വലിയൊരു സാധനം എൻ്റെ മേലിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ചൂടിലിങ്ങനെ വെച്ചു കുറേ നേരം.
അപ്പോൾ ഒന്ന് കുറച്ച് കാമായി, കാലൊക്കെ കുറച്ച് ആശ്വാസത്തിൽ വെക്കാൻ പറ്റി. സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയായിരിക്കും എന്തായിരിക്കും അതിൻ്റെ ഒരു വേദന, കാര്യങ്ങൾ, കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ഒരു അവസ്ഥ ഒക്കെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നോർമൽ ഡെലിവറി എൻ്റയർ ഡിഫറെൻ്റ് തന്നെയാണ് സി സെക്ഷനും. സി സെക്ഷന് ആഫ്റ്റർ പെയിൻ നമ്മൾ കുറച്ച് സഹിക്കണം, അത്രയും. അപ്പൊ അങ്ങനെ എൻ്റെ ഷിവറിങ് എല്ലാം കുറച്ച് കാമായി വന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പെയിനിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല പെയിൻ ഉണ്ടാവും. പെയിന് ഞാൻ മുന്നേയും പറഞ്ഞ പോലെ നമ്മളെ ഓരോരുത്തരുടെ പെയിൻ സഹിക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ചിരിക്കും നമുക്ക് എങ്ങനെയാന്ന് ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരേ സമയത്തായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. ആൻഡ് അവിടെ ഒരു ബേബി ബോയ് ആയിരുന്നു, എനിക്കൊരു ഗേൾ ആയിരുന്നു. അപ്പോൾ ആ കുട്ടി നല്ല രീതിയിൽ കരയുന്നുണ്ടായിരുന്നു. ആൻഡ് ഞാൻ വിചാരിച്ചു എൻ്റെ പോലെ എന്തെങ്കിലും ഷിവറിങ്ങോ കാര്യങ്ങളോ വന്നിട്ടായിരിക്കും. ബിക്കോസ് ആ സമയത്ത് നമ്മുടെ കൂടെ നേഴ്സ് ഉണ്ടായിരുന്നില്ല, അവർ കുറച്ച് പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാനാണ് ചോദിച്ചത് എന്താ പിന്നെ നേഴ്സിനെ വിളിക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ നേഴ്സിനെ വിളിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്താ പ്രശ്നം ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരാളുടെ പെയിനിൻ്റെ ആ ഒരു ഇതായിരിക്കില്ല മറ്റേ ആൾക്ക് ഉണ്ടാവുക. ആൻഡ് അപ്പോൾ അങ്ങനെ അവർക്ക് നേഴ്സൊക്കെ വന്നു. എന്താ ചെയ്ത് നമുക്ക് കാണാൻ പറ്റില്ല, കേട്ടൻ ഉണ്ടാവും. അതിന് ഞാൻ അവിടെ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബേബി വരുന്നത്. ബേബീനെ കൊണ്ടുവന്നു. ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് ഫീഡ് ചെയ്യിക്കും അവർ. ആ സമയത്ത് പാലൊന്നും വരില്ല. അതിൻ്റെ കഥ വേറെ വലിയൊരു കഥയാണ് ഞാൻ പറയാം. അപ്പോൾ ആ സമയത്ത് നോർമൽ നമ്മുടെ കൊളസ്ട്രോൾ ജസ്റ്റ് കുട്ടീനെ കൊണ്ടുവന്ന് സക്ക് ചെയ്യിക്കും, കുട്ടി വലിക്കുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് പിന്നെ അവരെ നോർമൽ നമ്മുടെ കൂടെയുള്ള ഐസിയുവിൽ തന്നെ വേറൊരു ബേബി ബേസ്നെറ്റ് പോലത്തെ സംഭവത്തിൽ കിടത്തും. പിന്നെ അമ്മേനെയും കുട്ടീനെയും ഒന്നിച്ച് മാത്രമേ അവർ പുറത്തേക്ക് കൊണ്ടുപോകുള്ളൂ. പിന്നെ വേറെ അങ്ങനെ കാണാൻ വരുത്തോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല എന്നെ. പക്ഷെ പിന്നീട് രാവിലെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ ചോദിച്ചു. അപ്പോൾ വാവ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് ഒരു കുറച്ച് സമയം, ഈ 6 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ റൂമിലേക്ക് മാറ്റും. റൂമിൽ പോയിട്ടെന്ന് വെച്ചാൽ നമ്മളെ ഈ സ്ട്രക്ചറിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മൾ കിടന്നെടുത്തുനിന്ന് നമ്മൾ തന്നെ മാറി വേറൊരു സ്ട്രക്ചറിലൊക്കെ കിടക്കണം. ആൻഡ് നിങ്ങൾ ആലോചിക്കണം, സി സെക്ഷൻ കഴിഞ്ഞ് ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിത് ചെയ്യണം. അപ്പം അത് ഒരു ഫസ്റ്റ് വർക്ക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ തന്നെ നമ്മളെ ബോഡിയിൽ ഇത്രയും വലിയ മുറിവും ഇത്രയും വലിയൊരു സ്റ്റിച്ചും വെച്ച് നമ്മൾ തന്നെ എടുത്ത് പൊക്കി നമ്മൾ തന്നെ അപ്പുറത്തേക്ക് വെക്കണം. അപ്പം അങ്ങനെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഒരു വിധത്തിലൊക്കെ വെച്ചു. അപ്പം ഞാൻ കുറച്ചൊന്ന് കാമായി. ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളതായിരുന്നു ഒറ്റ ഒരു മൈൻഡിൽ ഞാൻ വെച്ചിട്ടുണ്ട. ഐ ക്യാൻ ഡു ഇറ്റ്. അതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞു. പിന്നെ റൂമിലെത്തി. അവരെ നോർമലി നമ്മളടുത്ത് ഫസ്റ്റ് വോക്ക് ചെയ്യാൻ പറയും. ഫസ്റ്റ് വോക്ക് ചെയ്ത് നമ്മൾ യൂറിൻ പാസ് ചെയ്യണം. അതിനുശേഷമാണ് ഇവർ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുള്ളൂ. അപ്പം റൂമിലെത്തിയാൽ എന്താ വെച്ചാൽ നമ്മൾ ബെഡ് റിഡൺ ആയിട്ട് ഫുള്ളി എന്താ പറയുക ഫ്ലാറ്റായിട്ട് കിടക്കണം. മീൻസ് തലാണിയൊന്നും വെക്കാൻ പറ്റില്ല, ഒന്നുമില്ല. നമ്മൾ നോർമൽ ഇങ്ങനെ കിടക്കണം. എനിക്കാണെങ്കിൽ തലാണ വെക്കാണ്ട് കിടക്കാൻ പറ്റാത്തൊരാളാണ് ഞാൻ. അതും കുറച്ച് ഹൈ പോസ്റ്ററിൽ തന്നെ എനിക്ക് കിടക്കണം. അങ്ങനെ ശീലിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് അത്ര നല്ലതല്ല അറിയാം, ബട്ട് സ്റ്റിൽ അങ്ങനെ ചുട്ടു ഉറങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ട് പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ അതും കഴിഞ്ഞ് ഫസ്റ്റ് വോക്കിന് ഞാൻ എന്നെക്കൊണ്ട് പറ്റും ആക്ച്വലി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് അവർ പറയുമല്ലോ. എന്തായാലും അത് കഴിഞ്ഞാലേ നമുക്ക് ബാക്കി എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഓ മൈ ഗോഡ്, അതെനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ആ ഒരു ഫസ്റ്റ് വാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇപ്പോഴും ആ ഒരു ടെറിബിൾ ഫീലാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ. അത് ആലോചിക്കുമ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ ഫസ്റ്റിലൊന്നും നമുക്ക് ഒരു കൈ സഹായം ഇല്ലാണ്ട് എണീക്കാനേ പറ്റില്ല. പിന്നെ എങ്ങനെയൊക്കെയോ എത്ര കൈ സഹായം ഉണ്ടെങ്കിലും നമുക്ക് എണീക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും. കാരണം അത്രയും വലിയൊരു മുറിവാണ്. അപ്പം എങ്ങനെയൊക്കെയോ ഞാൻ എണീച്ചു. പിന്നെ പതുക്കെ കാലൊക്കെ ഒന്ന് താഴ്ത്തി അങ്ങനെയാണൊന്ന് ഓക്കെ ആയിട്ട് പിന്നെ ഒരു ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഓക്കെ, പറ്റും എന്ന് തോന്നി. പിന്നെ ഞാൻ തന്നെ സ്വന്തം ചെറിയ നടത്തമൊക്കെ നടന്നു. പിന്നെ യൂറിൻ പാസ് ചെയ്തിട്ടൊക്കെ വന്നു. എനിക്ക് മോഷനും യൂറിനും എല്ലാം പോയിട്ടുണ്ടായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന കാര്യം. എനിക്ക് സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അപ്പം തന്നെ പാലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കുട്ടി കുടിക്കുന്ന കൊളസ്ട്രോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. 2 മണിക്കൂർ കൂടുമ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ നമ്മൾ വീട്ടിൽ വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ വന്ന് നമ്മുടെ ഈ അനസ്തേഷ്യൻ്റെയും നമുക്ക് തരുന്ന പെയിൻ കില്ലേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും വേദന പോവും.
അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ആ ഒരു 5 ദിവസത്തിന് ശേഷമാണ് ശരിക്കും എന്താണ് വേദന എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. നല്ല പോലെ പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇപ്പം രാത്രിയൊക്കെ 2 മണിക്കൂർ കൂടുമ്പോൾ ഫീഡ് ചെയ്യണമല്ലോ. ആ സമയത്ത് നമ്മളൊന്ന് എണീക്കുക എന്ന് പറയുന്നത് ഭയങ്കര പണിയുള്ള കാര്യമാണ്. ശരിക്കും നമ്മൾ ആ ഒരു മുറിവ് ഇങ്ങനെ പുകയുന്ന ഒരു ഫീലൊക്കെ ഉണ്ടാവും. ബട്ട് എന്തായാലും നമുക്ക് എണീച്ചല്ലേ പറ്റൂ. പക്ഷെ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊരു പോസ്റ്റ്മോർട്ടം ഒരു ഡിപ്രസീവ് ഫേസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അതൊക്കെ സ്വന്തം ഒരു എന്താ പറയുക ഒരു ടൈറ്റ്നസിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വലിയ പ്രശ്നമൊന്നും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വേദനയും നമ്മുടെ ആ ഒരു ഇതും അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് പിന്നെ നമ്മളൊരു 3-ാമത്തെ ദിവസം ഒരു ചെക്കപ്പിന് പോകും. കുട്ടീനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. ആ കൊണ്ടുപോയ സമയത്ത് ആണ് ഞാൻ ഷുട്ടിനെ കൊണ്ട് എനിക്ക് രാത്രി ഇപ്പം ഞാൻ രാത്രി എൻ്റെ ഉറക്കത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ 2 മണിക്കൂർ കൂടുമ്പോൾ എണീച്ച് ഫീഡ് ചെയ്യണം എന്നുള്ള പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇവൾ അങ്ങനെ കരയൊന്നുമില്ലായിരുന്നു. അങ്ങനെ കരയാത്തൊരു ഇപ്പോൾ ഉള്ള പോലെ ഒന്നുമല്ല. ഭയങ്കര കാമായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ആ സമയത്ത്. ഭയങ്കര കാമായിരുന്നു. ഒരു പ്രശ്നമില്ല. രാത്രി ഉറങ്ങുന്നതിനും കുഴപ്പമില്ല, ഒന്നിനും കുഴപ്പമില്ല. ആളിനെ നമ്മൾ എണീപ്പിക്കണം പാല് കുടിക്കണമെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആൾ ഫുൾ ടൈം ഉറങ്ങും. അപ്പം ഞാൻ ഓക്കെയാണ്, ബേബി ഓക്കെയാണെന്നുള്ള രീതിയിലാണല്ലോ പോകുന്നത്. അപ്പം നമ്മൾ എക്സാമിനേഷന് പോയ സമയത്ത് ഡോക്ടർ നോക്കിയപ്പം ആള് നല്ല പോലെ വെയിറ്റ് ലോസ് ആയി. ഗെയിൻ ആവേണ്ട വെയിറ്റ് നല്ല പോലെ കുറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പാലില്ലേ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നമ്മുടെ ഫീഡിങ്ങിൻ്റെ കാര്യത്തിൽ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പാൽ എനിക്ക് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങനെ ഭയങ്കര പാലെന്ന് പറയാനൊന്നും എനിക്ക് വരാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഡോക്ടർ വേറെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. സോഡിയം ലെവലോ അങ്ങനെ എന്തൊക്കെയോ ചെക്ക് ചെയ്തിട്ട് അതൊക്കെ കുറഞ്ഞു പോവാണെങ്കിൽ കുട്ടീൻ്റെ ബ്രെയിനിനൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ ഓക്കെ ഞാൻ അത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ലാബിൽ പോയി. ആകെ എന്താ പറയുക, ഒരു 5 days ഇൻ ഹോസ്പിറ്റൽ, 3 days ഇൻ നമ്മുടെ വീട്ടിൽ. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു 1 week ബേബിന് പിന്നെയും അവർ കുത്തി ബ്ലഡൊക്കെ എടുത്തു. അപ്പം അതൊക്കെ കഴിഞ്ഞ് അത് കൊടുത്തപ്പം ആ ഒരു ദിവസം ഫുൾ ഞാൻ ഹോസ്പിറ്റലാണ്. നമ്മുടെ പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്നത് 12 മണിക്കാണ് തുടങ്ങുക. ആ 12 മണിക്ക് തുടങ്ങുമ്പോൾ നമ്മളൊരു 10 മണി 11 മണിക്കുള്ളിലെങ്കിലും ഹോസ്പിറ്റലിൽ എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ടോക്കൺ കാര്യങ്ങൾ എല്ലാം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ആ സമയത്ത് പോയതാണ്. ത്രൂ ഔട്ട് ഞാൻ ഹോസ്പിറ്റലാണ്. എനിക്ക് C-section ഡെലിവറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആകെ ഒരു 5 ദിവസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മളിത് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ അടുത്ത് റിസൾട്ട് കാണിച്ചപ്പം സോഡിയം ലെവലൊക്കെ ഹൈ ആയിട്ടുണ്ട്, വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്, ഇപ്പം തന്നെ അഡ്മിറ്റ് ചെയ്യണം, നമുക്ക് 2 ദിവസം ഒന്ന് ഒബ്സർവേഷനിൽ വെച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ കിളി ഏത് ഭാഗത്തൂടെയാണ് പെട്ടെന്നങ്ങ് പറന്നു പോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് പ്രതീക്ഷിച്ചല്ല പോകുന്നത്, ഇത് പ്രതീക്ഷിച്ചിട്ടേ അല്ല പോകുന്നത്. ഞാൻ എന്നെ ഇങ്ങനെ പിടിച്ച് വെച്ചേക്കുവാണ്. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, പക്ഷെ ഞാൻ കരയാണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ദെൻ എനിക്കിപ്പോഴും പറയുമ്പോൾ ഞാൻ കുറച്ച് ഇമോഷണൽ ആകുന്നുണ്ട് സത്യം പറയാന്ന് വെച്ചാൽ. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇവരിങ്ങനെ അഡ്മിറ്റ് ചെയ്യാൻ പറയും, NICUവിൻ്റെ ഉള്ളിൽ മാത്രം കുഞ്ഞിനെ ആക്കും, ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നടന്നിട്ട് നമ്മൾ NICUവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. NICUവിൻ്റെ അടുത്ത് പോയി അപ്പം തന്നെ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് പിന്നെ ഉള്ളിലേക്കാക്കി നമ്മൾ പുറത്ത് നിൽക്കാൻ പറയും. അപ്പം ഞാൻ ജസ്റ്റ് പാല് കൊടുക്കാൻ വേണ്ടി അവിടെ പോയി പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പം ഐ ലോസ് മൈ കൺട്രോൾ. ഞാൻ അപ്പം തന്നെ കരയാൻ തുടങ്ങി. എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഇമോഷണൽ സ്റ്റേജ് ആയിരുന്നു എനിക്കത്. പിന്നെ എന്താ പറയുക വെച്ചാൽ അതിന് ശേഷം ഞാൻ പിന്നെ ഷുട്ടൂൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെ കരഞ്ഞിട്ടേ ഇല്ല എന്ന് പറയാം. ഭയങ്കര സ്ട്രോങ് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് ഞാൻ ആ ഒരു സംഭവത്തിന് ശേഷം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കൂടെ ഇത്രയും ദിവസം ജനിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മാറി നിൽക്കാത്ത ഒരാൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാന്ന് പറയുമ്പം അത് ഭയങ്കര ഒരു സീനായിരുന്നു എനിക്ക്. ഞാൻ കരച്ചിലെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല, ഓളാണ് ഓക്കെയാണ് അറിയാം. പക്ഷെ എൻ്റെ കൂടെ അല്ല, അതിൻ്റെ ഉള്ളിൽ വേറെ കൊണ്ടുവച്ച് ഞാൻ പുറത്ത് നിൽക്കുക, ആകെ എനിക്ക് കിള്ളി പോയൊരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ഫുൾ കരയാൻ തുടങ്ങി. മഞ്ജു എൻ്റെ സിസ്റ്റർ ഇൻ ലോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ. മൊത്തം കരച്ചിൽ സീന്. അവിടെ കുറേ അമ്മമാരുണ്ട് ഫീഡിങ് റൂമിൽ. ഇതുപോലെ നമ്മൾ പിന്നെ മാസം ഉള്ള കുട്ടികൾ തന്നെയാണല്ലോ, മാസം തികയാത്ത കുട്ടികൾ, വളരെ പ്രിമച്യൂർ ആയിട്ടുള്ള കുട്ടികൾ, പല പ്രശ്നങ്ങളുള്ള കുട്ടികളിൽ അവരുടെ എല്ലാ അമ്മമാർ ഈ നമുക്ക് പാല് കൊടുക്കാനും അതുപോലെ പാല് പമ്പ് ചെയ്തിട്ട് അവരുടെ കയ്യിൽ കൊടുക്കാനും ഒക്കെയുള്ള ഒരു ഫീഡിങ് റൂമാണത്. അപ്പം അതെന്ന് വെച്ചാൽ ഒരു വലിയൊരു ലോകമാണ് ശരിക്കും ഈ NICU എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം കണ്ടപ്പോൾ പിന്നെ എൻ്റെ കിളി പോയി. ഞാൻ ആദ്യമായിട്ടാണല്ലോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്.
അപ്പം ആകെ സൈഡായി. അതിനുള്ളിലുള്ള വേറൊരാൾ വന്നിട്ട് തന്നെ, അതായത് എൻ്റെ കൂടെ ഡെലിവറി കഴിഞ്ഞ കുട്ടി പ്രിമച്യൂറാണ്. അപ്പം ആ കുട്ടി ഇപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആണ്, സംഭവം NICUലാണ്. അപ്പോൾ ആള് വന്നിട്ട് എന്നെ സമാധാനിപ്പിച്ചു, കരയണ്ട, ഇങ്ങനെയാണ് നമ്മളല്ലേ അങ്ങനെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഞാനിങ്ങനെ വിങ്ങി പൊട്ടുകയെന്നറിയില്ല, അങ്ങനെയായിരുന്നു ത്രൂ ഔട്ടുള്ള എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടീനെ NICUവിൽ കൊണ്ടുപോയി. NICUവിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു കിടപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഫുള്ള് നല്ലോണം മെലിയുകയും ചെയ്തു ആള്. ഞാൻ പറഞ്ഞല്ലോ, ഫീഡിങ്ങിന് പ്രശ്നം ഉള്ളതുകൊണ്ട് നല്ലപോലെ ക്ഷീണിച്ചു അവള്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഊരി എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ച്, പിന്നെ കുറച്ച് മഞ്ഞ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ തെറാപ്പീൻ്റെ സാധനത്തിന് താഴെയാണ് ഇവളെ കിടത്തുന്നത്. അപ്പോൾ പാമ്പസ് മാത്രം ഇട്ട് ഇങ്ങനെ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ കെട്ടൊക്കെ കെട്ടിയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ പിന്നെയും എൻ്റെ കിളി പോയി. ഞാൻ പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പുറത്ത് വന്ന് അച്ഛൻ്റെ അടുത്തിരുന്ന് ഭയങ്കര പൊട്ടിക്കരയായിരുന്നു ഞാൻ ഫുള്ളായിട്ട്. അത് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു എനിക്കെന്ന് പറയുന്നത്. പിന്നെ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അത് ആ ഒരു NICUവിൻ്റെ ആ ഒരു ലോകവും ആ ഒരു സംഭവവും ആ ഒരു സെറ്റപ്പും എല്ലാം കണ്ടപ്പം ഞാൻ ഒരു സ്ട്രോങ് മദറായെന്ന് തന്നെ പറയാം. പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ നല്ലപോലെ കെയർ ചെയ്യാൻ തുടങ്ങി. പിന്നീട് അവർ ഒരു ദിവസം ഫുള്ളായിട്ട് അവിടെ നിന്നു. അവിടെ നിന്നതിന് പ്രശ്നം എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ C-സെക്ഷൻ കഴിഞ്ഞിട്ടാണല്ലോ ഉള്ളത്. നമ്മുടെ അരയ്ക്ക് താഴ്പോട്ട് നമുക്ക് എന്തായിരിക്കും അവസ്ഥ ഒരു C-സെക്ഷൻ കഴിഞ്ഞിട്ടുള്ളതെന്നുള്ളത് അത് അനുഭവിച്ച ആൾക്കാർക്കേ മനസ്സിലാവും. അപ്പം ഞാനിവളുടെ ഈ NICU കേസും സംഭവമൊക്കെ കൊണ്ട് ഞാൻ കുറേ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി നടന്ന് ഇതെല്ലാം കൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ കാല് ഫുള്ള് നീരെന്ന് വെച്ചാൽ ഒരു മന്ത് വന്ന ആളുടെ കാല് എങ്ങനെ ഉണ്ടാവും അതുമാതിരിയായിരുന്നു എൻ്റെ അരയ്ക്ക് താഴോട്ടുള്ള ഫുൾ അവസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടുള്ള ആൾക്കാർക്കേ മനസ്സിലാവും നമ്മളുടെ ആ ഒരു മുറിവിലുള്ള വേദനയും. ഇവിടെ എനിക്ക് ബെഡിൽ കിടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും പുകച്ചിലും വേദനയും. അതിൻ്റെ കൂടെ കുട്ടി അങ്ങ് എവിടെയോ ഞാനിങ്ങുള്ളതിൻ്റെ ആ ഒരു വിഷമവും സങ്കടവും കരച്ചിലും എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഔട്ട് ഓഫ് സർവീസ് ആയിരുന്നു സത്യം പറയാച്ചാൽ. എൻ്റെ ആ ഒരു നീരൊക്കെ ഒന്ന് റെഡിയായി എടുക്കാൻ ആ ഒരു 2 ദിവസം തന്നെ എടുത്തു. നല്ലപോലെ ഭയങ്കര പെയിനായിരുന്നു. ഭയങ്കര പെയിൻ എന്ന് വെച്ചാൽ ഭയങ്കര പെയിൻ. എനിക്ക് സിസേറിയൻ ചെയ്ത് കഴിഞ്ഞതിനെക്കാട്ടിലും പെയിനായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത്. പുകച്ചലും വേദനയും ഫുള്ള് നീരും ഒന്നും പറയണ്ട, കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇവൻ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോഴും എനിക്ക് എൻ്റെ ഇതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. കുട്ടി ഓക്കെ അല്ലേ, ആടെ ഒറ്റക്കാന്ന്, എന്താ ചെയ്യാന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ NICUവിൽ കുട്ടികളുള്ള പാരൻസിന് നമുക്ക് പുറത്ത് അവിടെ അഡ്മിഷൻ കിട്ടൂല. അപ്പം നമുക്ക് അവിടെ പുറത്ത് തന്നെ നിൽക്കേണ്ടി വരും. പിന്നെ ഞാൻ ഒരു ഡെലിവറി കഴിഞ്ഞ ആ ഒരു ഇതുകൊണ്ട് ഞാൻ എന്തായാലും വീട്ടിൽ പോകാൻ എന്തായാലും റെഡി ആയിരുന്നില്ല. വീടെന്തായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരണമല്ലോ. അപ്പം നമ്മളുടെ ഒരു നെയ്ബറിൻ്റെ വീട് അവിടെ ചാലക്ക് തന്നെയായിരുന്നു. ഹോസ്പിറ്റലിന് ഒരു 1 കിലോമീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ. ഒരു 1 to 2 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലായിരുന്നു വീടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ച് ഓരോ വീട്ടിലായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അതുള്ളത് അവരുടെ അടുത്ത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എപ്പോഴും ഞാൻ അതാ അവരെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുക, അങ്ങനെ ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്തു തന്നുകൊണ്ട് എപ്പോഴും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റി. ആ സമയത്ത് തന്നെ അത്ര ലോങ് ഡിസ്റ്റൻസിലല്ലാണ്ട് ആ ഒരു എന്താ പറയുക പരിധിക്കുള്ളിൽ തന്നെ നിൽക്കാൻ പറ്റിയോണ്ട് എനിക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസമായിരുന്നു. പിന്നെ നമ്മൾ പാലൊക്കെ പമ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ മിൽക്ക് പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് അവരുടെ അടുത്ത് ഫോർമുല എന്നെ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, സൈനൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ ഒരു കഷ്ടപ്പാടാണ്. ഇവളെ എങ്ങനെയൊന്ന് നോക്കിയാക്കി എടുക്കാം, എങ്ങനെ ഇവൾക്ക് പാല് കൂട്ടി ഞാൻ എന്ത് ചെയ്യാന്നുള്ള ഒരു തത്രപ്പാടിലായിരുന്നു ഞാൻ 2 മണിക്കൂർ കൂടുമ്പോൾ ഞാൻ ഫീഡ് ചെയ്യായിരുന്നു. എനിക്ക് പേടി. പിന്നെ എനിക്ക് പാല് വരുന്ന വരെ ഞാൻ ഫോർമുല നാൻപ്രോ ന്യൂ ബോണിൻ്റെ സാധനമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ രാത്രി കൊടുക്കുമായിരുന്നു. രാത്രിയിലും കുറച്ച് ഒരു സമയം ഫോർമുല, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനെ കൊടുത്ത് ഒരു 2-3 ദിവസം ഞാൻ ഒപ്പിച്ചു. പിന്നെ ഞാൻ കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് തന്നെ മതി എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തു. കാരണം നമ്മൾ ബോഡിയിൽ നിന്ന് കുട്ടി സക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും എന്താ പറയുക പാല് വരുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ട് ഞാൻ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിപ്പിക്കുകയായിരുന്നു. ദെൻ നമ്മൾ അവിടെ പോയി ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓവർ വെയിറ്റ് ആണ് കുട്ടി നല്ല വെയിറ്റ് ഉണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ
വേറെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഡോക്ടർ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഭയങ്കര ഹെൽത്തിയാണ്, നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആശ്വാസമായി. എൻ്റെ അമ്മ എപ്പോഴും പറയായിരുന്നു, നീ ഇങ്ങനെ കുത്തിക്കയറ്റി കൊടുത്ത് അതിന് വെയിറ്റ് കൂടുകയുള്ളൂ കുട്ടിക്ക് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ട്രോമ ഉണ്ടല്ലോ, എനിക്ക് ആ ഒരു NICU ആ ഒരു സംഭവം, അതിൻ്റെ ഒരു ട്രോമ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇവക്കിടക്കിടക്കേ ഞാൻ പാല് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കാൻ ഞാനൊരു മാസം തന്നെ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് എക്സ്ക്ലൂസീവായിട്ട് ഇങ്ങനെ പാല് നല്ലപോലെ വരാൻ തുടങ്ങിയപ്പം ഓക്കെ, എനിക്ക് മനസ്സിലായി, നമുക്ക് അത് മനസ്സിലാവും പാല് ഓവറായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. നമുക്ക് പുറത്തേക്ക് പോകും മിൽക്കൊക്കെ. ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ചെയ്തിട്ടുള്ള അമ്മമാരാണെങ്കിൽ മനസ്സിലാവും. നമ്മളെ കുട്ടി കുടിച്ച് കഴിയുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മൾ കുളിക്കുമ്പോഴും എല്ലാം നമുക്ക് മിൽക്ക് പോകും പുറത്തേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ഓക്കെ, എനിക്ക് അത്യാവശ്യത്തിലധികം പാല് വരുന്നുണ്ട് ഇപ്പോൾ എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ നോർമലായിട്ട് തന്നെ കൊടുക്കാൻ തുടങ്ങി. ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ഒരു 40 days വരെയെല്ലാം ഞാൻ നല്ല പോലെ കഷ്ടപ്പെട്ട് കുത്തിത്തീറ്റി കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം പാല്. അപ്പം അതായിരുന്നു നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്ന സംഭവം. പിന്നെ നമ്മൾ ചെയ്ത ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് C-section ഡെലിവറി ആയതുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രം നമ്മളെ ഈ വേദുകുളി സംഭവങ്ങൾ സാധനങ്ങളെല്ലാം തുടങ്ങാന്നുള്ളതാണ്. പിന്നെ എൻ്റെ അടുത്ത് ഭയങ്കര കംപ്ലീറ്റ് റെസ്റ്റ്, C-section ആയതുകൊണ്ട് എണീക്കാൻ പാടില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നടന്നാൽ മാത്രമേ നമുക്ക് ഫുള്ളി ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി നമ്മുടെ ആ ഒരു മുറിവെല്ലാം ഹീലായിട്ട് കിട്ടുള്ളൂ. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ നല്ലപോലെ നടക്കുക, കുറച്ച് കിടക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പോസ്റ്റ്മോർട്ടത്തിൽ തീരെ പ്രശ്നമില്ലാത്തൊരു കാര്യം ആകാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുട്ടു ഭയങ്കര കാമായിട്ടുള്ള കുട്ടിയായിരുന്നു. ആളെ കൊണ്ട് എനിക്ക് ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടേ ഇല്ല. അവളാകെ വിശന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കരയുന്നല്ലാണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ഉറക്കത്തിൻ്റെ കാര്യത്തിലായാലും എന്താണെങ്കിലും. അപ്പം അതുകൊണ്ട് എൻ്റെ ഉറക്കിൻ്റെ കാര്യമൊന്നും എനിക്ക് വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അവൾ രാവിലെ ആണെങ്കിലും കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവൾ ഉറങ്ങും, പാല് കൊടുത്ത് കഴിയുമ്പം അവൾ ഉറങ്ങും. ന്യൂബോണിൻ്റെ ആ ഫേസിലുള്ള ഉറക്കം അവൾക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പം അവൾ ഉറങ്ങുന്ന ടൈമിൽ ഞാനും ഉറങ്ങും. അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സൈക്കിൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവൾ കാമായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളോ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പിന്നെ കുളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ. അതുപോലെ നമ്മൾ ഈ എണ്ണയൊക്കെ തേക്കുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഭാഗത്തോ കാര്യങ്ങളോ ഒന്നും തട്ടാനൊന്നും പാടില്ല. അവിടെ നല്ലപോലെ സോപ്പ് ഉരച്ച് കഴുകി വൃത്തിയാക്കുക, അത് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്രസവിച്ച വീട്ടിലെന്ന് പറയാൻ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ അറിയാവുന്ന ഒരാളിനെ വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നെ, എന്നെ കുളിപ്പിക്കാനും ബേബിനെ കുളിപ്പിക്കാനും വേണ്ടിയിട്ട്. വേറെ കാര്യങ്ങൾ അങ്ങനെ ഭയങ്കര മറ്റേ ആയുർവേദിക് കെയർ ഒന്നും ഞാൻ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലുള്ള നമ്മൾ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന പോലത്തെ വേദുകുളിയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു എണ്ണ ഉണ്ടായിരുന്നു, നമ്മൾ ഈ പ്രസവിച്ച ആൾക്കാർക്ക് ഈ ജോയിന്റ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആവാനും നമ്മുടെ ബോഡി പെയിനൊക്കെ ഹീലാവാനും വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ. സോറി, ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ളൂ, അതാ ഇങ്ങനെ എപ്പൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോഡി പെയിനൊക്കെ ഹീലാവാനുള്ള ഒരു സാധാരണ കുഴമ്പ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഈ ആയുർവേദിക് ഷോപ്പിലൊക്കെ കിട്ടുമായിരുന്നു. അപ്പം അത് വാങ്ങിച്ച് നല്ലപോലെ തടകി സ്റ്റിച്ചിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് തടവിയിട്ട് കുളിക്കും. അതായിരുന്നു മെയിനായിട്ട്. പിന്നെ തലയിൽ താളി തേക്കുക. താളി ഞാൻ കുറേയൊക്കെ മുഖത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഖത്ത് ഭയങ്കര നല്ലതാണ് താളി എന്നുള്ളത് എനിക്ക് ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്കിന്നൊക്കെ നല്ല ഇതാവും, നമുക്ക് നല്ല ബ്രൈറ്റനിങ് ആവും. അപ്പം ഞാൻ മുഖത്തും താളി നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിങ്ങളിനി ആരെങ്കിലും ഉപയോഗിക്കാൻ പോയിട്ട് എന്തെങ്കിലും പറ്റിയ എന്നെ പറയരുത്, കാരണം ഞാൻ പറയുന്നത് എൻ്റെ സ്കിന്നിൻ്റെ കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് തലയൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെഡ് വാഷ് ഞാൻ ഡെയിലി ചെയ്യുമായിരുന്നു, പക്ഷെ ഞാൻ ഓയിലൊന്നും അങ്ങനെ എല്ലാവരും ചെയ്യുന്ന പോലെ കുറേ ഓയിലൊക്കെ ഇട്ട് കുളിച്ച് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ മുടിക്ക് അത് പറ്റൂലായിരുന്നു. അപ്പോൾ അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓരോ ദിവസം ഇടവിട്ടിട്ടൊക്കെയാണ് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. താളി ഞാൻ ഡെയിലി ചെയ്യുമായിരുന്നു. അപ്പം അതാണ്. പിന്നെ ഷുട്ടൂനെ നോർമൽ ഉള്ള സാധാരണ ചൂടുവെള്ളത്തിൽ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചെടുക്കുക. അതായിരുന്നു ഒരു പോസ്റ്റ്മോർട്ടം കെയർ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ അങ്ങനെ ഭയങ്കരമായ സംഭവങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന സംഭവം നല്ല ഇലക്കറികളും സാധനങ്ങളും സംഭവങ്ങളും ഒക്കെ കഴിക്കും. മട്ടൻ, ചിക്കൻ അങ്ങനെ അത്ര കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ മുരിങ്ങയുടെ ഇല, മുരിങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മിൽക്ക് പ്രൊഡക്ഷന് ഭയങ്കര നല്ലതാന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ കുറേ കഴിക്കുമായിരുന്നു.
പിന്നെ ഞാൻ കഴിക്കുന്ന സാധനമാണ് നമ്മുടെ ആയുർവേദത്തിൽ ഈ പ്രസവിച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴുള്ള പൊടി ഉണ്ടല്ലോ, പൊടിയുണ്ട്, നമ്മുടെ കറുത്ത മരുന്നില്ലേ, അത് ഞാൻ കഴിച്ചിട്ടില്ല. അത് മൊത്തം എണ്ണയും ഓയിലും ഒക്കെ അൺഹെൽത്തി ആണ്, ഞാൻ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊടി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു എന്താ പറയുക, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള പൊടി, അത് നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക് കണ്ണൂർ കിട്ടുന്നത്. അപ്പം അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നല്ലപോലെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് മിൽക്ക് പ്രൊഡക്ഷന് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് എനിക്ക് മിൽക്ക് പ്രൊഡക്ഷൻ മാത്രമായിരുന്നു എൻ്റെ ഒരു തലയിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ ട്രോമ എൻ്റെ തലയിലുള്ളത് കൊണ്ട് മിൽക്ക് പ്രൊഡക്ഷൻ മാത്രമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും കഴിക്കും എന്നുള്ള ഒരു രീതിയിലായിരുന്നു എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം പൊടിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ഷനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് ഓക്കെ എന്നാൽ പിന്നെ നാളെ തന്നെ അത് പോരട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒരു പോസ്റ്റ്മോർട്ടം കെയർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ വയറ് കെട്ടുക എന്ന് പറയുന്നത് വയറ് കുറയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ബാക്ക് മസിൽസിനും പിന്നെ ഫ്രണ്ട് മസിൽസിനും കുറച്ചൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഞാൻ സി സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് വയറ് ഞാൻ അങ്ങനെ കെട്ടി നമ്മുടെ ആ മുണ്ട് വെച്ച് കെട്ടാനുള്ള ഒരു സെറ്റപ്പ് എനിക്ക് അത്ര ഹീലബിളായിട്ട് തോന്നിയിട്ടില്ല. ഞാനൊരു ബെൽറ്റാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഞാനത് ഫസ്റ്റ് ക്രൈ എന്നാണ് വാങ്ങിച്ചതെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും അതിൻ്റെ ഫോട്ടോ ഞാൻ ഒരു സൈഡിൽ കൊടുക്കാം. അതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിരുന്നു. നല്ല പോലെ നമുക്ക് ഇത് കെട്ടുമ്പം നമ്മുടെ ബോഡി ഒന്ന് നന്നായിട്ട് ആപ്റ്റായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ഡെലിവറി കഴിഞ്ഞ പാടെ നമ്മൾ വയറൊക്കെ ഇങ്ങനെ പ്ലീ എന്നല്ലേ ഇരിക്കുക. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് എന്തോ ഒരു അയഞ്ഞ ഒരു ഫീല് നമുക്ക് ഉണ്ടാവും. എങ്ങനെയാണ് നമ്മളൊരു ടൈറ്റായിട്ട് നിൽക്കുന്ന നമ്മളൊരു ബോഡി ഈ അരേൻ്റെ താഴോട്ട് എന്നല്ല, ഈ ചെസ്റ്റിൻ്റെ താഴോട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഉണ്ടോ ഇല്ലയോ എന്ന് തിരിയാത്തൊരവസ്ഥയിലാണ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ നല്ല പോലെ ആ ബെൽറ്റ് ഇട്ട് എനിക്കത് ഭയങ്കര എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു ആ ഒരു സംഭവം. ഞാൻ എന്തായാലും ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കാം. മൊത്തമായിട്ട് ഞാൻ കെട്ടി നല്ല പോലെ സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് സൂപ്പറായിട്ട് വർക്കായിട്ടുണ്ട് എനിക്ക്. അപ്പം അതാണ് ഞാൻ ഒരു എന്താ പറയുക ബോഡി കെയർ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അത് വെച്ചിട്ട് വയറ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കൂടെ നമുക്ക് കെട്ടിയ വയറ് കുറയൊന്നുമില്ല. അത് നമ്മൾ എക്സസൈസും കാര്യങ്ങളും തന്നെ ചെയ്യണം, വേറെ ഒരു രക്ഷയില്ല. അപ്പോൾ അതായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാർട്ടം കെയർ എന്ന് പറയുന്ന സംഭവം. പിന്നെ ഞാൻ ഒരു 40 ദിവസം കഴിഞ്ഞായിരുന്നു, 40 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. 40 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പിന്നെ കുറച്ച് ചെറുതായിട്ട് മീൻസ് പേരുവിളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ഞാൻ പിന്നെ നടക്കാൻ തുടങ്ങി. ആ സമയത്തൊന്നും എനിക്ക് സ്ലീപ്ലെസ് നൈറ്റ്സ് ഒന്നും പറയാനില്ല. ഭയങ്കര കൂൾ ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു അമ്മ തന്നെയായിരുന്നു ഞാൻ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ നടക്കാൻ തുടങ്ങി. നടക്കുമ്പോൾ പിന്നെ നമുക്ക് ഉള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ലല്ലോ നിൽക്കുന്നത്. ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു. അമ്മ, അച്ഛൻ, എൻ്റെ സിസ്റ്ററിലോ, അമ്മമ്മ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പം എനിക്ക് കുട്ടീനെ നോക്കുക അല്ലെങ്കിൽ കുട്ടീനെ ഒന്ന് എടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നില്ല ആക്ച്വലി. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് കുറച്ചും കൂടെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് എൻ്റെ ബോഡി കെയർ ആയിട്ട് എനിക്ക് ചെയ്യാനും. എനിക്ക് ഈ തൂങ്ങിക്കിടക്കുന്ന വയറ് എനിക്കൊന്ന് കുറക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ അത് ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് എന്തായാലും അത് കുറക്കണം എന്നുള്ള പ്രതിജ്ഞയോടെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ നമ്മുടെ ബെല്ലി ഫാറ്റ് എന്നല്ല, ആഫ്റ്റർ ഡെലിവറി നമ്മുടെ സ്റ്റൊമക്ക് ഒന്ന് റെഡിയാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു 40 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ എണീച്ച് നടക്കാൻ തുടങ്ങി. ഫുൾ ടൈം എനിക്ക് അങ്ങനെ 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടൊന്നും നടക്കാൻ പറ്റൂല. പക്ഷെ കുറച്ച് നടക്കുമ്പോൾ ഇടയ്ക്ക് ഷുട്ടുപ്പി എണീക്കുവാണെങ്കിൽ അമ്മ ഹാൻഡിൽ ചെയ്യായിരുന്നു. അമ്മ രാവിലെ എണീക്കും അവർ വീട്ടിൽ. ആ സമയമാകുമ്പോൾ അമ്മ ഒന്ന് ഹാൻഡിൽ ചെയ്ത് അവിടെ ഒന്ന് തട്ടിമുട്ടി ഒന്ന് സെറ്റാക്കി വെക്കുമ്പോഴേക്കും ഞാനൊന്ന് ജസ്റ്റ് നടന്ന് കഴിയും. അപ്പം ഞാൻ കുറച്ച് നാൾ ഇപ്പോൾ ഒരു 2 വീക്സ് വരെയൊക്കെ ഞാൻ വെറും നടത്താൻ മാത്രം നമ്മുടെ ഈ സ്റ്റോപ്പ് വാച്ച് ഉണ്ടല്ലോ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വാച്ചൊക്കെ കിട്ടി ഞാൻ കുറച്ചൊന്ന് നടന്നൊന്ന് സെറ്റായി കുഴപ്പമില്ല തോന്നിയതിന് ശേഷം ഞാൻ കുറച്ചൊരു സ്റ്റൊമക്ക് വർക്കൗട്ടും ചെയ്യാൻ തുടങ്ങി. ഈ വർക്കൗട്ട് വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഞാൻ എന്തൊക്കെയാണ് ഒരു പോസ്റ്റ്മോർട്ടമായിട്ട് ചെയ്തിട്ടുള്ള വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു തരാം എന്തായാലും. അപ്പോൾ അങ്ങനെ കുറച്ചായിട്ട് ഞാൻ എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നു.
അപ്പോൾ ഈ ഒരു പാർട്ട് വലിച്ചു നീട്ടാണ് ഞാൻ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഫുള്ളായിട്ട് വെച്ചാൽ എന്തായാലും കുറേ ഭയങ്കര ലെങ്തായി പോവും. അതുകൊണ്ട് ഞാൻ അടുത്ത പാർട്ടായിട്ട് അടുത്തത് പറയാം. അപ്പോൾ എന്തായാലും എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.